ബന്ധു നിയമനങ്ങൾക്കെതിരെ പിണറായി സർക്കാരിനെതിരെ ഒരുപാട് തവണ ഘോരഘോരം പ്രസംഗിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയുടെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നപ്പോൾ അതിനെ തടുക്കാനായിട്ട് അവസാനം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ നാണക്കേടായി എന്നും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അളിയൻ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇതെന്നാ പിന്നെ തുടക്കത്തിലെ ഇതങ്ങ് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ പോരായിരുന്നോ സർ? അല്ല, എനിക്ക് ആ അഭിപ്രായമില്ല. അതെന്താ സർ? എനിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം തുടർന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബെന്നി തോമസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങൾ പറയുന്ന കള്ളത്തിനനുസരിച്ച് ഇവരിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വെക്കുന്ന ആള് ഗവൺമെന്റിലേക്ക് എടുക്കുന്ന ജോലിക്കാരനാണോ? അല്ല. പിന്നെ അങ്ങനെ എങ്ങനെ നിയമിക്കണമെന്ന് പറഞ്ഞേ? മറ്റേ PSC വഴി ആപ്ലിക്കേഷൻ അടിച്ച് അപേക്ഷയൊക്കെ എഴുതി ആളുകളെ കൃത്തി പരിശോധിച്ച് മിടുക്കരായിട്ടുള്ള ആളുകളെയാണ് നോക്കുന്നത്. ഇത് വെച്ചതും ഇപ്പൊ ഈ പുള്ളിയുടെ അളിയനെ വെച്ചത് കൊണ്ടിട്ട് വേറെ ആരുടെയെങ്കിലും ഒരു അവസരം നഷ്ടപ്പെടും. ഇനി പുള്ളിയുടെ അളിയനെ വെച്ചില്ലെങ്കിൽ ആരെയായിരിക്കും വെക്കുക? പുള്ളിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും തന്നെ വെക്കും, അല്ലെ? അല്ലാതെ പുള്ളിയുടെ താല്പര്യമുള്ള ആരെങ്കിലും തന്നെ വെക്കുള്ളൂ. അല്ലാതെ മറ്റേ ഇവരുടെയൊക്കെ ഇപ്പൊ ഗ്രൂപ്പിൽ ഓരോരുത്തരും ഇപ്പൊ ബിന്ദു കൃഷ്ണയുടെ, ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് മനഃപൂർവ്വം പോകാനില്ല, കാരണം ഇതിൽ പലരും എനിക്ക് പരിചയമുള്ള. അപ്പൊ ബിന്ദു കൃഷ്ണയുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ കലാ സാംസ്കാരിക മന്ത്രി ഉണ്ടല്ലോ മറ്റേ സിനിമയുടെ ഒക്കെ, PC വിശ്വനാഥിന്റെ, അതുപോലെ BD സതീശന്റെ, ഇതിലേക്കൊക്കെ ആരെ വെച്ചേക്കണത്? ആരെ വെക്കണത്? ഇനി CPM-ന്റെ നേതാക്കന്മാരാന്ന് ചോദിക്കും, അവര് പാർട്ടിക്കാരെ വെക്കും. അല്ലാതെ ഇത് എന്താ പബ്ലിക്കായിട്ട് തുറന്നിട്ടേക്കുന്ന ഒരു സാധനമാണ് ഇത്.